അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഐറ്റം നല്ല നാടൻ കരിമീൻ കറിയാണ്. കരിമീൻ കഴിക്കാമെന്നല്ലാതെ ഇത് ക്ലീൻ ചെയ്യാനോ കറി വെക്കാനോ എനിക്ക് വലിയ ധാരണയൊന്നുമില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഇത് മാർക്കറ്റിൽ നിന്ന് ക്ലീൻ ചെയ്താണ് വാങ്ങിക്കൊണ്ട് വന്നത്. ഇന്ന് വീട്ടിലാണെങ്കിൽ അമ്മയില്ലാത്തൊരു ദിവസമാണ്. അപ്പോൾ ഈ കറി വെക്കേണ്ടത് ഞാൻ തന്നെയാണ്. പണ്ടെപ്പോഴും കരിമീൻ്റെ ഒരു കൂർത്ത മുള്ള് തൊണ്ടയ്ക്ക് ഇടുങ്ങിയിട്ടുള്ള നല്ലൊരു അനുഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അന്ന് മുതൽ ഞാനിതിൻ്റെ വലിയ ഫാനല്ല എന്ന് മാത്രമല്ല, എനിക്കിത് കഴിക്കുമ്പോൾ ഭയങ്കര പേടിയാണ്. ഏകദേശം ഒരു 4 വർഷം മുമ്പ് വരെ ഒരു നല്ല മീൻ കറിയിൽ എന്തൊക്കെ മസാലകളാണ് ഇടുന്നതെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. എന്നാൽ എൻ്റെ കല്യാണം കഴിഞ്ഞപ്പോഴും എൻ്റെ ഹസ്ബൻഡാണെങ്കിൽ ഒരു കട്ട ഫിഷ് കറി ലവറും. പുള്ളിനൊന്ന് ഇമ്പ്രസ് ചെയ്യാമെന്ന് വിചാരിച്ചാണ് ഞാൻ ആദ്യമായിട്ട് മീൻ കറി ഉണ്ടാക്കുന്നത്. അതങ്ങനെ ആരോടും ചോദിച്ച് പഠിച്ചതൊന്നുമല്ല. പണ്ട് വീട്ടിലമ്മ മീൻ കറി ഉണ്ടാക്കുമ്പോൾ ഞാൻ ഇങ്ങനെ നോക്കി വെക്കാറുണ്ടായിരുന്നു. അങ്ങനെ ഏകദേശം ഒരു ഐഡിയ വെച്ചിട്ടാണ് ഞാൻ ഈ മീൻ കറി ഉണ്ടാക്കുന്നത്. നല്ല തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് കൊടംപുളിയൊക്കെ ഇട്ട നല്ല കുറുകിയ മീൻ കറിയാണ് എൻ്റെ മനസ്സിൽ. അതുകൊണ്ട് തന്നെ ഒരാവേശത്തിന് ഞാൻ നന്നായിട്ട് തന്നെ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുണ്ട്. ചില ആളുകൾ 1-ാം പാല് 2-ാം പാല് എന്നൊക്കെ പറഞ്ഞിട്ട് പല ഘട്ടങ്ങളിലായിട്ട് മീൻ കറിയിൽ തേങ്ങാപ്പാൽ ഒഴിക്കുന്നത് കണ്ടിട്ടുണ്ട്. എന്നാൽ എനിക്ക് അതിനെക്കുറിച്ചും വലിയ ഐഡിയ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഒരുമിച്ചാണ് തേങ്ങാപ്പാൽ ഒഴിച്ചത്. അതുകൊണ്ടാണോ എന്നറിയില്ല, അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കറിക്ക്. ഇനി എല്ലാവരും ഇങ്ങനെ തന്നെയാണോ കറി വെക്കുന്നതെന്നും എനിക്കറിയില്ല. എന്തായാലും എൻ്റെ വേർഷൻ ഓഫ് മീൻ കറി ഇങ്ങനെയാണ്. ഇനി നമ്മുടെ ഫൈനൽ ഒപ്പീനിയൻ പറയേണ്ടത് നമ്മുടെ മുതലാളിയാണ്. അപ്പോൾ പുള്ളി കിച്ചണിലേക്ക് നല്ല അടാറ് മീൻ കറിയുടെ മണം വന്നിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് വന്നത്. അത് കേട്ടപ്പോൾ തന്നെ എനിക്കൊരു ഓസ്കാർ കിട്ടിയ സന്തോഷമായിരുന്നു. നമ്മൾ എന്തെങ്കിലും ഡിഷ് ഉണ്ടാക്കിയിട്ട് അതൊരാൾ കഴിച്ച് ആത്മാർത്ഥമായിട്ട് അഭിപ്രായം പറയുന്ന അത്രയും സന്തോഷം വേറെ ഒന്നുമില്ല. എന്തായാലും നമ്മുടെ മീൻ കറി അടിപൊളിയായിട്ടുണ്ട്.